നമ്മുടെ യാത്രയിൽ നമ്മൾ തൃശ്ശൂർ ജില്ലയിലാണല്ലോ കഴിഞ്ഞ 2 ദിവസമായി യാത്ര ചെയ്യുന്നത്. ആ യാത്രയിൽ നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് മണലൂരിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. മണലൂരിൽ ഇപ്പോൾ എന്നോടൊപ്പം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന നമ്മുടെ LDF സ്ഥാനാർത്ഥി രവീന്ദ്രനാഥ് മാഷുണ്ട്. മാഷിങ്ങനെ പ്രചരണത്തിന് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. ആ തിരക്കിനിടയിൽ ഞാനിങ്ങനെ മാഷെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ മാഷ് നമ്മളോടൊപ്പം വർത്തമാനം പറയും, സംസാരിക്കും, സാധ്യതകൾ, പ്രതീക്ഷകളൊക്കെ നമ്മളോട് പങ്കുവയ്ക്കും. അപ്പോൾ നമുക്ക് നേരിട്ട് മാഷോട് തന്നെ സംസാരിക്കാം. എന്തൊക്കെയാണ് മണലൂർ മണ്ഡലത്തിൽ പ്രചരണത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് മാഷിന് ലഭിക്കുന്നൊരു ഫീഡ്ബാക്ക് എന്ന്? മാഷെ നമസ്കാരം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരുപാട് സ്പന്ദനങ്ങൾ മണ്ഡലത്തിൽ ഉടനീളം കാണുന്നുണ്ട്. അത് വാഹന പ്രചരണ ജാഥയിലായാലും കുടുംബയോഗങ്ങളിലായാലും പൊതുയോഗങ്ങളിലായാലും എല്ലാം വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഭാവം തീർച്ചയായിട്ടും. ആ അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയാണ് തോന്നുന്നു? ഒന്ന്, ഈ സർക്കാരിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഒരു 10 വർഷം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ പറയാം, സുവർണ വർഷങ്ങളായിരുന്നു. ആ സുവർണ വർഷങ്ങളായിരുന്നു എന്ന് പറയുമ്പോൾ മുഖത്ത് വരുന്ന ഒരു പ്രകാശമുണ്ടല്ലോ, അത് ആ കാര്യം അവർ ഉൾക്കൊണ്ടു എന്ന് എനിക്ക് തോന്നിയതാണ് ഒന്ന്. പിന്നെ ഞാൻ പറയാം, നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ അടുത്ത 10 വർഷങ്ങൾ ഇതിനേക്കാൾ സുവർണ വർഷമാക്കണം എന്ന് പറയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ മുഖത്ത് പ്രകാശമുണ്ടാവുകയാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനെ വിജയിപ്പിച്ച് ഭരണ തുടർച്ച ഉണ്ടാക്കണമെന്നുള്ള ആ ഫീൽ അവർക്കുണ്ടായി എന്ന് എനിക്ക് നേരിട്ട് ഇത് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ വരാൻ പോകുന്ന വർഷങ്ങൾ സാർത്ഥകമായ 10 വർഷങ്ങളെ തുടർന്ന് അതിനേക്കാൾ സാർത്ഥകമായ 10 വർഷങ്ങൾ വരണമെങ്കിൽ നിങ്ങളിപ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പോസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇന്നേക്ക് വേണ്ടിയല്ല, നമ്മൾ നാളേക്ക് വേണ്ടിയാണ് നാളെ ആണ് വോട്ട് ചെയ്യുന്നത്. ഇന്നലെ ഓർമ്മിപ്പിച്ച് നാളേക്ക് വേണ്ടി വോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നലെ ഓർമ്മിപ്പിക്കുമ്പോൾ അവരുടെ മനസ്സിൽ അതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് അതെല്ലാം കടന്നു വരികയാണ്. 10 വർഷം സുവർണ വർഷങ്ങൾ. ആ സുവർണ വർഷങ്ങൾ എന്ന് പറയുന്നതിൻ്റെ ആ ഭാഷാശൈലിക്കൊപ്പം മുഖഭാവവും വരുന്നു. ഇത് അനുഭവിച്ചതാണ്. അപ്പോൾ ഇത് അടുത്ത 10 വർഷം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് ഒറ്റ നിങ്ങളൊന്ന് ചെയ്താൽ മതി, LDF വോട്ട് ചെയ്താൽ മതി. 10 വർഷം സുവർണ വർഷം വരാൻ പോകുന്നതിനെ നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ അത് വാസ്തവത്തിൽ ജനങ്ങൾ അംഗീകരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ സാധാരണഗതിയിലെ ഇപ്പോൾ നമ്മളൊരു സർക്കാർ തുടർച്ചയായിട്ട് 10 വർഷം ഭരിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു സംഗതി സാധാരണഗതിയിൽ പ്രതിഫലിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ മാഷിനോട് പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ഞാനിപ്പോൾ കണ്ട വഴികളിലൊക്കെ എനിക്കത് ഒരിടത്തും അനുഭവിച്ചറിയാൻ പറ്റുന്നില്ല. അതെന്തൊരു മാജിക്കാണ് മാഷ്? അത് ഈ സുവർണ വർഷങ്ങളായതുകൊണ്ടാണ്. ഈ സർക്കാരിനെതിരെ വികാരങ്ങൾ വരുന്നത് ജനങ്ങൾക്ക് അനുകൂലമല്ലാത്ത പല പ്രവർത്തനങ്ങളും ഉണ്ടാകുമ്പോഴാണ്. അതാണ് ഇതിനു മുമ്പും അനുകൂലമല്ലാത്തതും പ്രതികൂലമായിട്ടുള്ളതൊക്കെ വന്നിട്ടുണ്ട് ചരിത്രത്തിൽ. അതെല്ലാം ആ സർക്കാർ ചെയ്തത് ജനങ്ങളുടെ മനസ്സിൽ എങ്ങനെ നിൽക്കുന്നു അതിനെ ആശ്രയിച്ചാണ്. ഇവിടെ ഈ സുവർണ വർഷങ്ങൾ എന്ന് വെറുതെ പറഞ്ഞതല്ല, അത് വിസ്തരിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ പറയാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം പറയുമ്പോൾ അത് വാസ്തവമാണ് എന്ന് തോന്നുന്നു. ഇപ്പോൾ വീട് നൽകിയിട്ടില്ല എന്ന് UDF പറയുമ്പോൾ വീടിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് ഈ കുടുംബയോഗങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞതിൻ്റെ തെറ്റും ഇവിടെ അനുഭവിക്കുന്നതിൻ്റെ ശരിയും നമ്മൾ പറയുന്നതിൻ്റെ വസ്തുതയും ചേർത്ത് ഒരു ബ്ലെൻഡ് ഉണ്ടാവുകയാണ്. അതാണ് അവരുടെ മുഖത്ത് വരുന്നത്. മാഷ് പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ മാഷെ, എനിക്ക് തോന്നുന്നു വലിയ തോതിൽ ഈ അസത്യപ്രചരണങ്ങൾ ഇങ്ങനെ നടക്കുന്നൊരു കാലം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു സമയം കൂടിയാണ്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, അതല്ലെങ്കിൽ അല്ലാതെയും ആയിക്കോട്ടെ, പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ മറുഭാഗത്തു നിന്ന് ഒരുപാട് അസത്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അതിനെ മറികടന്ന് വസ്തുത ഇതാണ് എന്ന് കൃത്യമായ ആളുകളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്? തീർച്ചയായിട്ടും. അതാണ് ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ലൈഫ് പദ്ധതിയിൽ വീട് കൊടുത്തത് ലക്ഷക്കണക്കിന് കൊടുത്ത് അനുഭവിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. അതേസമയമാണ് അത് വീട് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത്. ഇത് രണ്ടും ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കോംപ്ലക്സ് ആശയമായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ചെല്ലുന്നതും ക്യാമ്പയിനിൽ സുവർണ വർഷങ്ങളെക്കുറിച്ച് പറയുന്നത്. സ്വാഭാവികമായിട്ട് അത് ശരിയെന്നവർക്ക് അവർ ഫീൽ ചെയ്യുന്നതാണല്ലോ. അത് പെൻഷൻ, കയ്യിൽ പണം കിട്ടിയിട്ടാണല്ലോ അത് പറയുന്നത്. വിദ്യാഭ്യാസം, സ്കൂള് അത്രയും മനോഹരമായി കണ്ടുകൊണ്ടാണ് ആ സ്കൂളിൻ്റെ മുമ്പിലൊക്കെയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നതും നടന്നത് കാണുന്നതും അപ്പോൾ ഒരു ഒരു അസംഷൻ എന്ന രീതിയിലല്ല, അവർ വസ്തുത മുമ്പിൽ കാണുകയാണ്. അതുകൊണ്ടാണ് ഈ ആരോപണം അങ്ങ് ഏശാതെ പോകുന്നത്.
മാഷ് സ്കൂളിനെ കുറിച്ച് പറഞ്ഞു. മാഷ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ആധുനികവൽക്കരണത്തിന് തുടക്കമിടുന്നത്. അതൊരു വലിയ രീതിയിൽ ഒരുപാട് മുന്നോട്ട് പോകുന്നു. പിന്നീട് വി ശിവൻകുട്ടി വന്ന് അതിൻ്റെ തുടർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു. ഈ 10 വർഷം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങളെ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിലും അതിനുശേഷം പുറത്തു നിന്നുള്ള ഒരാളെന്ന നിലയിലും മാഷ് എങ്ങനെയാണ് അതിനെ വിലയിരുത്തിയത്, എങ്ങനെയാണ് നോക്കുന്നത്? അത് കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള വിദ്യാഭ്യാസ ആധുനികവൽക്കരണത്തിൻ്റെ ഒരു 10 വർഷങ്ങളാണ്. അതാണ് അതിൻ്റെ ശരി. ലോകത്ത് മുഴുവൻ വിദ്യാഭ്യാസം വളരെയധികം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കൊളോണിയൽ വിദ്യാഭ്യാസം, ഫ്യൂഡൽ വിദ്യാഭ്യാസം, ഇതിൻ്റെ ഹാങ് ഓവറുകളാണ് മിക്കവാറും രാജ്യത്തൊക്കെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആധുനികവൽക്കരണം എന്ന് പറഞ്ഞാൽ ഈ ഫ്യൂഡൽ വിദ്യാഭ്യാസത്തിൻ്റെ കൊളോണിയൽ വിദ്യാഭ്യാസ അംശങ്ങൾ എടുത്തു കളയലാണ്. ആ എടുത്തു കളയുന്ന പ്രക്രിയ ശാസ്ത്രീയമായി ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. അത് ജനകീയവൽക്കരിക്കുക കൂടി ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ഭംഗി ഉണ്ടാവുകയാണ്. വാസ്തവത്തിൽ ഒരു ആലങ്കാരികമായിട്ട് പറയല്ല, ഈ 10 വർഷം എന്ന വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന് മറക്കാൻ പറ്റാത്ത, കേരളത്തിൻ്റെ ഭാവിക്ക് അടിത്തറയിട്ട മാറ്റങ്ങളാണ്. അതാണ് കൂടുതൽ പറയുക. കാരണം ഒരു 20 വർഷം കഴിഞ്ഞാൽ കേരളത്തിൻ്റെ തലമുറ, അന്നത്തെ തലമുറ ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്നവരാകും. അതിന് ബേസ് ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമാണ്. കാരണം ആധുനിക വിദ്യാഭ്യാസം കുട്ടിയുടെ മനസ്സിനെ, ബ്രെയിനിനെ തുറന്നു വിട്ട് അവരെ ചിന്തയ്ക്ക് ചിറക് വെപ്പിച്ചെന്നാണ് ഞാൻ പറയാറ്. ചിന്തയ്ക്ക് ചിറക് വെപ്പിച്ചാണ് വളർത്തുന്നത്. ഭക്ഷണം കൊടുക്കുമ്പോൾ വളരുന്നത്, ചിന്തയ്ക്ക് ചിറക് വയ്ക്കുമ്പോൾ ഒരു വളർച്ചയും. ഇത് രണ്ടും ചേർന്നിട്ടുള്ള വളർച്ചയാണ്, മാനവ വിഭവ വളർച്ചയാണ് യഥാർത്ഥ വികസനം. ആ മാനവ വിഭവ വളർച്ചയ്ക്ക് അടിത്തറ ഇട്ടുകൊണ്ടുള്ള ശാസ്ത്രീയമായ വിദ്യാഭ്യാസമാണ് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ഉണ്ടായത്. അതുകൊണ്ട് ഭാവി കേരളത്തിൻ്റെ അടിത്തറയാണ് ഈ 10 വർഷത്തെ വിദ്യാഭ്യാസം. ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ ഇങ്ങനെ മാഷെ കാണാനാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് മാഷ് വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി, പിന്നീട് തെരഞ്ഞെടുപ്പ് മത്സരിച്ചില്ല. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മാഷ് ഏതോ ഒരു വേദിയിൽ കോളേജിലോ മറ്റോ കണ്ടു. അപ്പം തലേ ദിവസം വരെ സ്റ്റേറ്റ് കാറിൽ വന്നൊരാൾ ഒരു സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് അവിടെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഇതെങ്ങനെ സാധിക്കുന്നു മാഷ്? നമ്മളൊരു ഉടുപ്പ് മാറുന്നത് പോലെയാണ് ആ കുപ്പായി ഒഴിച്ചു വെച്ചിട്ട് മാറി. ഒരു നിമിഷം കൊണ്ട് മന്ത്രി അല്ലാതായല്ലോ. പിന്നെ നമ്മൾ സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് മാറുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ബേസിക്കലി നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റുകാരനാവാനുള്ള എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും CPIM എന്ന പാർട്ടി പഠിപ്പിക്കുന്നത് തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനാവണമെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ജനകീയമായ രീതിയിൽ ജീവിക്കാൻ പഠിക്കണം. കാറുള്ള കാലത്ത് കാർ ഉപയോഗിച്ചു, കാറില്ലാത്ത കാലത്ത് സൈക്കിൾ ഉപയോഗിക്കുന്നു എന്നുള്ളൂ. തമ്മിലൊരു വ്യത്യാസം തോന്നുന്നില്ല. ഇത് വലിയ കാറിലാണ് പോകുന്നത്, അന്നങ്ങനെ പറ്റുള്ളൂ. കേരളം മുഴുവൻ നടക്കണം. താഴെ ഇറങ്ങുമ്പോൾ എനിക്ക് കോളേജിലേ പോകണ്ടു അല്ലെങ്കിൽ പാർട്ടി ഓഫീസിലേ പോകണ്ടു, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, അവ സൈക്കിൾ വേണം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുക. ആവശ്യത്തിലധികം പണം ചെലവ്, ആവശ്യത്തിലധികം സമ്പത്ത് ഉണ്ടാകാതിരിക്കുക, എല്ലാം ഇത്. അപ്പോൾ അതൊരു കമ്മ്യൂണിസ്റ്റുകാരനാകാനുള്ള ശ്രമത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. പറയുമ്പോൾ ഞാൻ ചോദിക്കാൻ വേറെ കാരണം കൂടി. ഇപ്പോൾ മാഷ് പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരനാകാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ മാഷിൻ്റെ കൂടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഒരാൾ വരെ ഇപ്പോൾ എന്താ പറയുക, ഈ അധികാരം എന്നൊരു വലിയ ഒരു ബാധ്യതയുടെ പേരിൽ ഇപ്പോൾ മറുഭാഗത്തേക്ക് പോകുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള മൂല്യച്യുതികൾ ഇതിനിടയിൽ അത് നടക്കരുത്. അതായത് ഒരു സമൂഹത്തിൽ എൻ്റെ ഒരു അഭിപ്രായം, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെങ്കിൽ, ലെഫ്റ്റ് ഇല്ലെങ്കിൽ ആ സമൂഹത്തിന് മൂല്യങ്ങളില്ല. കാരണം സമത്വാധിഷ്ഠിത രാഷ്ട്രീയം, മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം, ഇതൊക്കെ സമൂഹത്തിലുണ്ടെങ്കിൽ, പിന്നൊന്നുണ്ട് മതനിരപേക്ഷ സംസ്കാരം, ഇതൊക്കെ ലെഫ്റ്റ് ഉണ്ടെങ്കിലേ ഒരു സമൂഹത്തിലുള്ളൂ. അപ്പോൾ ആ ലെഫ്റ്റ് ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ തന്നെ. ഒരിക്കലും ലെഫ്റ്റിൽ നിന്ന് മാറിപ്പോവുക എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. മനുഷ്യനായി ജീവിച്ചാൽ ലെഫ്റ്റ് ആവണം. എന്നാലേ ഈ സംസ്കാരം, നമ്മൾ ലെഫ്റ്റായാലേ നമുക്ക് ഈ സംസ്കാരം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല. മാഷി ലെഫ്റ്റിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അവരാണ് യഥാർത്ഥ ലെഫ്റ്റ്. അതെ, അവർ ലെഫ്റ്റായാൽ നല്ലതാണ്, ശരിയാണ്. അവർ നവലിബറൽ സാമ്പത്തിക നയങ്ങൾ കൊണ്ടുവന്നവരാ. അല്ലെങ്കിൽ ലെഫ്റ്റ് ആവണേ? ഒരിക്കലും ലെഫ്റ്റ് ആവില്ല. അവർക്ക് ലെഫ്റ്റ് ആവണം എന്നുള്ളിലുണ്ടാവും. എനിക്കങ്ങനെ തോന്നിയത്. കാരണം ലെഫ്റ്റിൻ്റെ ബദലുകൾ വിജയിച്ച് നിൽക്കുകയാണ്. കിഫ്ബി വിജയിച്ചിരിക്കുന്നു, അങ്ങനെ എല്ലാം വിജയിച്ചിരിക്കുമ്പോൾ എനിക്കും ഒരു ലെഫ്റ്റ് ആവണമെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ തെറ്റ് പറയാൻ പറ്റില്ല. വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നത്. ഇപ്പോൾ
ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പം നമ്മുടെ പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് വളരെ നോട്ടബിളായിട്ട് തോന്നിയൊരു പോയിന്റ് ഉണ്ട്. നമ്മുടെ തേജസ്വി യാദവ് ബീഹാറിലെ പ്രതിപക്ഷ നേതാവാണ്, ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം ഇവിടെ ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് ചോദിച്ച് കേരളത്തിലെ പല മണ്ഡലങ്ങളിലും വന്നിരുന്നു. ഞങ്ങൾ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഒരുപക്ഷെ തേജസ്വിക്ക് നമ്മുടെ സി എമ്മിനേക്കാളും ഒക്കെ ഒരുപക്ഷെ അടുപ്പമുള്ളത് രാഹുൽ ഗാന്ധിയും ഒക്കെ ആയിട്ടായിരിക്കും. കാരണം അവിടെ അവർ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം വോട്ട് ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ലെഫ്റ്റിന്, മാഷ് ഇപ്പോൾ പറഞ്ഞ ഈ ലെഫ്റ്റിന് വേണ്ടിയിട്ടാണ്. അതെന്താണ് മാഷേ? സംഘപരിവാറിനെതിരായ പോരാട്ടത്തിൽ നിങ്ങളാണ് ഉറപ്പ് എന്നതാണോ അവരെയൊക്കെ നയിക്കുന്നത്? അതല്ല, ഇതിൽ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. അഖിലേന്ത്യാ തലത്തിൽ ഈ നവഫാസിസം കടന്നു വരികയാണ്. വിദ്യാഭ്യാസ രംഗത്ത് അത് വളരെ പ്രകടമായി വന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ പ്രകടമായി, പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെയല്ല. അപ്പോൾ പൊതുവായിട്ടുള്ളൊരു മതനിരപേക്ഷ സംസ്കാരമുള്ള രാജ്യം, ജനത അതല്ലാതായി മാറുമോ എന്നുള്ളൊരു ഭയം ഉള്ളിൻ്റെ ഉള്ളിൽ മതനിരപേക്ഷ ശക്തിയുള്ള എല്ലാവർക്കും തോന്നുന്നുണ്ട്. എല്ലാവർക്കും, എനിക്ക് തോന്നുന്ന ഈ മണ്ണിലുള്ള എല്ലാവർക്കും അതുണ്ട്. കാരണം മണ്ണിൻ്റെ അംശമാണ് ഈ മതനിരപേക്ഷത, വൈവിധ്യത്തെ ഉൾക്കൊള്ളൽ. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം പോലെ ഉള്ളിൽ ആ മതനിരപേക്ഷ ഭാവം അങ്ങനെ ജ്വലിക്കുന്നുണ്ടാവാം. അത് അപ്പുറത്ത് പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രിയുടെ ശബ്ദത്തിലൂടെ അത് ജ്വലിക്കുമ്പോൾ രണ്ട് ജ്വലനവും ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കാനും അതുമായി ചേരാനും തോന്നില്ലേ? സ്വാഭാവികമല്ലേ? ഒരു കാര്യം വെച്ചാൽ അവരോടൊപ്പം നിന്ന കോൺഗ്രസിനെ അവിടെ ആ പോയിന്റിൽ കാണുന്നില്ല. അവർ ഇടതുപക്ഷത്തെയാണ് ആ പോയിന്റിൽ. ഇടതുപക്ഷത്തിന് കഴിയൂ. വർഗ നിലപാടിലൂടെ മാത്രമേ മതനിരപേക്ഷമാകാൻ കഴിയുള്ളൂ. വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അവർ പറയും ഞങ്ങൾ മതനിരപേക്ഷം ആവാൻ ശ്രമിക്കുന്നുണ്ടാവാം ചിലപ്പോൾ. പക്ഷേ ശരിയായ മതനിരപേക്ഷ ഭാവം വരണമെങ്കിൽ വർഗ സമീപനം തന്നെ വേണം, വർഗ നിലപാട് തന്നെ വേണം. അതുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമേ ലോകത്തുള്ളൂ, അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെയാണ്. ലെഫ്റ്റിന് മാത്രമേ ക്രിയാത്മകമായ സർഗാത്മകമായ മതനിരപേക്ഷ ശക്തിയാവാൻ പറ്റുള്ളൂ. ഒരു സംശയം. കേരളം ഇപ്പോഴും ലെഫ്റ്റായിട്ട് ജ്വലിച്ച് നിൽക്കുന്നത് എൻ്റെ ഒരഭിപ്രായത്തിൽ ഈ മതനിരപേക്ഷ സംസ്കാരമാണ്. അതുകൊണ്ട് കേരളത്തിലെ ഭരണകൂടം ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം മതനിരപേക്ഷ സംസ്കാരമാണ്. ലെഫ്റ്റ് ഗവൺമെൻറ്, LDF ഗവൺമെൻറ് ഏറ്റവും വലിയ വാഗ്ദാനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയും റോഡോ തോടോ ഇതൊക്കെയാണെങ്കിൽ അതിനപ്പുറം മതനിരപേക്ഷ സംസ്കാരം തലമുറയും ഏറ്റെടുക്കും. ഏറ്റെടുക്കണം. അത് കുറേയൊക്കെ ഏറ്റെടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇലക്ഷൻ കാലത്തും ഒക്കെ ഫീൽ ചെയ്യുന്നത് പുതിയ തലമുറ കുറേയൊക്കെ മതനിരപേക്ഷമാണ്. കാരണം അവർ ഇത് ഒരിടയ്ക്ക് ഈ ചേഞ്ചസ് കണ്ട് ഈ ഫാസിസത്തിൻ്റെയൊക്കെ സ്പന്ദനങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു മനസ്സിൻ്റെ വേദന ഒരു പക്ഷേ ഒരു പഠനമാകാം. ആ പഠനത്തിൻ്റെ ഭാഗമായി പുതിയ തലമുറ ഈ തരത്തിൽ മതനിരപേക്ഷ ചിന്തയുള്ളവരായി മാറുന്നുണ്ട്. ജാതി മത ചിന്തകളൊക്കെ അല്ല വേണ്ടത്, മാനവികതയാണ് വേണ്ടതെന്ന് ചിന്ത വരുന്നുണ്ട്. അതുകൊണ്ട് അത് മാറി വരും. പക്ഷേ ഞാൻ അപ്പോഴും പറയുന്നത് അതൊക്കെ അങ്ങനെ മാറി വരണമെങ്കിൽ ഈ സംസ്കാരം ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സമൂഹത്തിൽ വേണം. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തിയാണ് ഇന്ന് എല്ലാം. മാഷ് പോകുന്നതിന് മുമ്പ് എന്താണ് സംസ്ഥാനത്ത് ആകമാനമുള്ള മാഷൊരു ഒരു പ്രതീക്ഷ? ഇടതുപക്ഷം ജയിക്കും, നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും, ഒരു സംശയമില്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ഉറപ്പ്. മൂന്നാം സർക്കാർ ഉറപ്പ്, ഒരു സംശയമില്ല. ആ ജനങ്ങളുടെ മനസ്സ്, ഞാൻ ഇന്നലെ പറഞ്ഞില്ല, നമ്മളൊരു കാര്യം സുവർണ്ണ വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ആ മുഖത്ത് ഞാനതാ മുഖത്ത് വരുന്ന ഒരു പ്രകാശം ഉണ്ടല്ലോ, അത് അടുത്ത സർക്കാരിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം മാഷെ, എല്ലാവിധ ആശംസകളും. മാഷെ കണ്ടതിൽ ഒരുപാട് സന്തോഷം, സ്നേഹം. അപ്പോൾ രവീന്ദ്രനാഥ് മാഷ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പറയുകയായിരുന്നു. മാഷ് പറഞ്ഞ വളരെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് മനുഷ്യരോട് സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ഒരു വലിയ പ്രകാശം, സന്തോഷം, അതാണ് തുടർച്ചയായ LDFൻ്റെ മൂന്നാം സർക്കാരിനുള്ള ആ സാധ്യത എന്നാണ് മാഷ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത്.